മുന്നണിക്ക് ധൈര്യമാണ്. ആ കാര്യത്തിൽ എനിക്ക് എന്താ പറയുക, വളരെയധികം സന്തോഷമുള്ളൊരു സുദിനം. പിന്നെ ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ടുപോകുന്നില്ല, കാരണം ഒരുപാട് പറയാനുണ്ട്. ഇനി നമ്മൾ ചെയ്ത് കാണിക്കലാണല്ലോ, പറയില്ലല്ല. ലാലേട്ടൻ പറഞ്ഞ പോലെ ഇനി എനിക്ക് ചെയ്താണ് ശീലം. ഞാൻ നമ്മുടെ ഫോണി പാഷൻ. അപ്പോ ഈ പടത്തിന്റെ ഒരു ആശംസ പറയുകയാണ്, അതും സൗണ്ട് ശബ്ദത്തിൽ. എന്നെ വിളിക്കും വിജയശേഷന്റെ പുതിയ പടം സിനിമ റിലീസ് ആകുന്നുണ്ട്. ഒരുപാട് പുതിയ താരങ്ങൾ വരുന്നുണ്ട്. കാരണം പണ്ടൊക്കെ സിനിമ നമ്മളെ കാണാനായിട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ഒരുപാട് താരങ്ങളെ ഞാൻ നേരിട്ട് കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അതിന് ജഗദീശോട് നന്ദി പറയുന്നു. കാരണം സിനിമ താരങ്ങൾക്ക് ജാതിയാണെന്ന് പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് ഓരോ വെള്ളിയാഴ്ചയും ഓരോരോ നടന്മാരെ കാണുമ്പോൾ അവർക്ക് ജാതിയെന്ന് മനസ്സിലായി. പിന്നെ സിനിമയിൽ എത്തിപ്പെടാനുള്ളത് ഒരുപാട് പേരുടെ ആഗ്രഹമായ സ്വപ്നങ്ങളാണ്. പക്ഷേ അത് പെട്ടെന്ന് നടക്കത്തില്ല. അത് ഓരോ പാഷൻ കൊണ്ടും ആഗ്രഹം മാത്രമേ സാധിക്കുള്ളൂ. കാരണം 2 കൊല്ലം അതുപോലെ തന്നെ ബിബി ജോർജിന്റെ കൂടൽ എന്ന സിനിമയിൽ ഒരു വേഷം ചെയ്യാൻ സാധിച്ചു. നമ്മുടെ ഡയറക്ടർ സാർ ഉണ്ട്, അദ്ദേഹം വർഷങ്ങളായിട്ട് ചെറിയ വേഷം ചെയ്യാൻ സാധിച്ചു. അതിനിടയ്ക്ക് ബെരേര ആ സിനിമയിലേക്ക് അഭിനയിക്കാൻ പോയപ്പോൾ ഒരു ആക്സിഡന്റ് നടന്നു. 4 പേര് വെച്ച് ജീവനങ്ങളോട് രക്ഷപ്പെട്ടു. അപ്പോൾ അതിന്റെ നന്ദി സംവിധായകരെ നേരുകയാണ്. ബിബി ജോർജിന്റെ പുതിയ സിനിമ, അതുപോലെ പുതിയ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ഒരു പടത്തിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സിനിമയിൽ വേഷം ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മൾ തളർത്താൻ 100 കണക്കിന് ആൾക്കാരുണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ പത്രത്തിൽ വന്നു, ഈ പത്രക്കാരെ കൊണ്ട് കൊണ്ടു, അപ്പൊ കൊണ്ടുപോലല്ല അവർ നമ്മളെ കുമ്പത്ത് എന്ന് ഓർമ്മ വരികയാണ്. ഞങ്ങളുടെ നാട്ടുകാരായ അബീക സാഗർ ലേഡീസ് കിടക്കുന്നത് ഇങ്ങനെ ഫോട്ടോ എടുത്ത് മുന്നോട്ട് പോകാം. അത് എനിക്ക് ഇഷ്ടമായി. തിരുവേലി ചിലർ പാലായി പോകണോ പള്ളി പോകണോ, അത് വേറെ ഒന്നുമില്ല. പാലാ പള്ളി വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു നല്ലൊരു ഒരു വേഷം ചെയ്ത് അലിയേട്ടന്റെ പെണ്ണ് അനസി എന്ന ഒരു വെബ് സീരീസിലൂടെ എന്റെ സെക്കൻഡ് നിങ്ങൾക്ക് ഇതിൽ ഞാൻ പറയട്ടെ, ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ, ഒരുപാട് സിനിമക്കാർ വന്നൊരു സംഭവമാണ്. ഇവരുടെ സംവിധായകന്മാർ, പ്രൊഡ്യൂസർമാർ എല്ലാവരും ഉച്ച കണക്കിൽ ഞാനിത് പണ്ട് ഈ ഇപ്പോഴേയും കിടന്നവരെ കീഴടവിലവരാക്കുന്നത് ഇവരൊക്കെ ഞാനൊക്കെ ഇതിലുണ്ടായിരുന്നു, ചെറുതായിട്ട് മുഖം കാണിച്ചിട്ടുണ്ട്. ആ സിനിമയുടെയൊക്കെ പ്രൊഡ്യൂസർമാരായിട്ടുള്ള ആളുകൾ പിന്നെ നമുക്ക് ആദ്യമായിട്ട് ക്യാമറ മുമ്പിൽ നമ്മൾ കൊണ്ടുവന്ന അൻസാർ കലാം, കാരണം
ഒത്തിരി പേര് കാണാൻ സാധിച്ചു. സന്തോഷം. ചേച്ചി ഒത്തിരി പേര് എല്ലാവരും പഴയ ജോസ് വരാപ്പുഴ സിനിമയിലേക്ക് കൊണ്ടുവന്ന ജോൺ ചേട്ടൻ അങ്ങനെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്ന ഒരു അവസരത്തിൽ കോളേജിൽ